നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർവകക്ഷി അനുശോചന യോഗമാണ് നമ്മുടെ ചെയ്തത്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ സമ്മന്നതനായ നേതാവുമായിരുന്ന അനുശോചനം ചെയ്തു. വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, CPM-ന്റെ ജനറൽ സെക്രട്ടറിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിശേഷിച്ച് CPIM-ന്റെ സമാരാധ്യനായ നേതാവുമായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി മിനിയാന്ന് 3 മണിക്കാണ് നമ്മളെ വിട്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, മനുഷ്യ മോചനത്തിന് വേണ്ടി മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനെതിരായി അവരുടെ ചൂഷണത്തിന് അറുതി വരുത്തി പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുന്ന മാർക്സിസത്തിൻ്റെ ആ തത്വസംഹിത ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനകോടികൾക്ക് വേണ്ടി ഒരു 2 വർഷം മുമ്പാണ് മരിച്ചത്. ആ അമ്മയും അവരുടെ അവസാനത്തെ ആഗ്രഹം എൻ്റെ ശരീരം വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കണമെന്നായിരുന്നു. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ജയേട്ടൻ, ഈ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി അപ്പുട്ടേട്ടൻ, അതുപോലെ ഏരിയ കമ്മിറ്റി അംഗം KP നാരായണൻ, മുസ്ലിം ലീഗിൻ്റെ ശാഖാ പ്രസിഡന്റ് ഉമ്മർ മൗലവി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകർ, CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഏകവിയോഗത്തിൽ നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ് 2 ദിവസം മുമ്പ് നമ്മിൽ നിന്നും വിട പറഞ്ഞത്. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജയേട്ടൻ, അതുപോലെ ഏരിയ സെക്രട്ടറി കൂട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം മരണപ്പെട്ടതിൽ അനുശോചന യോഗങ്ങൾ കൂടുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ യോഗത്തിൻ്റെ അധ്യക്ഷൻ രവി, സഹപ്പുകൂട്ടൻ, ഉമ്മർ മുഹമ്മദ്, ഷാജി, അതിനു പ്രിയപ്പെട്ട സഖാക്കളെ, സൗഹൃദങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് യെച്ചൂരി വിളിക്കുന്നത്. മിനിഞ്ഞാന്ന് 3:05 അതേ നമ്മളെ വിട്ടുപിരിയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന കാലഘട്ടം കൂടിയാണ്. സെപ്റ്റംബർ മാസത്തിൽ പ്ലാൻ സമ്മേളനത്തിന് ശേഷം 3-4 ഘട്ടങ്ങളിലായിട്ട് നടന്നു. ഏപ്രിൽ മാസം ആദ്യ ഭാഗത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്.